ശ്യാമ, ഈ സന്ദീപാനന്ദഗിരിയുടെ ഒരു ഹോം സ്റ്റേ കത്തിച്ച കേസുണ്ടായിരുന്നു. അതിനകത്ത് അതിപ്പോൾ എന്താണ് ആ കേസിൻ്റെ ഇപ്പോഴത്തെ സ്ഥിതി? അതിനെക്കുറിച്ച് പിന്നൊന്നും പറഞ്ഞു കേൾക്കുന്നില്ല അല്ലേ? അത് പിന്നെ തിരുവനന്തപുരം മഞ്ചൂർ ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിൽ അതിൻ്റെ കുറ്റപത്രം അന്വേഷണ സംഘമായിട്ടുള്ള ക്രൈംബ്രാഞ്ച് കൊണ്ടുപോയി കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ വിചാരണ ആരംഭിച്ചിട്ടില്ല. കേസിൽ മൊത്തം 5 പ്രതികൾ, 5 പേരിൽ ഒരാൾ മരണപ്പെട്ടു. ഒന്നാം പ്രതി മരണപ്പെട്ടു. പിന്നീടുള്ള 2, 3, 4, 5 അതിൽ BJPയുടെ ഒരു പ്രധാനപ്പെട്ട തിരുവനന്തപുരത്തെ ഒരു നേതാവായിട്ടുള്ള ഗിരി അടക്കം ഇതിലെ ഗൂഢാലോചനയിൽ ക്രൈംബ്രാഞ്ച് പ്രതിയാക്കിയിട്ടുണ്ട്. ഇപ്പോൾ ഇതിനെ നാട്ടുകാർ ഹോം സ്റ്റേ എന്നും അദ്ദേഹം അതിനെ ആശ്രമം എന്നുമാണ് സന്ദീപാനന്ദഗിരി വിളിക്കാറുള്ളത്. അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം അത് ആശ്രമം എന്നാണ് അദ്ദേഹം പറയുന്നത്. അത് 18,000 ചതുരശ്ര അടി വരുന്ന ഏതാണ്ട് 75 സെന്റ് ഭൂമിയിൽ നിൽക്കുന്ന ഒരു കെട്ടിടമാണ്. കെട്ടിടം എന്നേ ഞാനതിനെ വിളിക്കാറുള്ളൂ. ഞാനതിൽ പോയി കണ്ടിട്ടുള്ള ആളാണ്. ഒരു റിസോർട്ട് സെറ്റപ്പാണ്. റിസോർട്ട് സെറ്റപ്പിലുള്ള ഒരു സാധനമാണ്. അപ്പോൾ ഇതിൽ ഈ കേസ് ഏതാണ്ട് 2017 ഒക്ടോബർ 27-ാം തീയതി പുലർച്ചെയാണ് ഈ സംഭവം അവിടെ ഉണ്ടാകുന്നത്. ഉണ്ടായതിന് തൊട്ടു പിന്നാലെ തന്നെ നമ്മുടെ മുഖ്യമന്ത്രി, അതുപോലെ തന്നെ നമ്മുടെ ഗോവിന്ദൻ മാഷ്, തോമസ് ഐസക്ക്, അങ്ങനെ ഇവിടുത്തെ പ്രധാനപ്പെട്ട എല്ലാവരും നേരം പുലരുന്ന 7 മണിക്ക് മുമ്പേ സ്ഥലത്ത് എല്ലാവരും എത്തുകയുണ്ടായി. പിന്നീട് ഈ കേസ് ആദ്യം ലോക്കൽ പോലീസ് അന്വേഷിച്ചു. പിന്നീട് ക്രൈംബ്രാഞ്ചിന്റെ പിന്നെ ടോമിൻ ജെ തച്ചങ്കരി അടക്കം ഇത് അന്വേഷിച്ചു. തച്ചങ്കരി അന്വേഷണ സംഘത്തിലെത്തിയ ശേഷം അദ്ദേഹം പറഞ്ഞു 6 മാസത്തോളം ഞാൻ ഈ പ്രതിയെ പിടിച്ചിരിക്കുന്നു എന്നൊക്കെ പറഞ്ഞു. അദ്ദേഹം ഓരോ പ്രഖ്യാപനങ്ങൾ ഇടയ്ക്കിടയ്ക്ക് നടത്താറുണ്ടല്ലോ ടോമിൻ ജെ തച്ചങ്കരി. അദ്ദേഹമാണ് ഇടയ്ക്ക് നമ്മുടെ പത്തനംതിട്ടയിലെ ജസ്നയെ കാണാതായ കേസിനകത്ത് ജസ്നയെ പിന്നെ ഒരിടത്ത് ജീവിച്ചിരിപ്പുണ്ട്, ഉടൻ തന്നെ ഞങ്ങൾ തിരിച്ചു കൊണ്ടുവരും എന്നൊക്കെ പറഞ്ഞൊരു പ്രഖ്യാപനമൊക്കെ നടത്തിയിട്ട് പിന്നെ ജസ്ന എവിടെയാണെന്ന് പോലും കണ്ടില്ല, അറിയത്തില്ല. അദ്ദേഹം നേരത്തെ ഒരു മീഡിയ അറ്റൻഷൻ കിട്ടാൻ വേണ്ടി എന്തെങ്കിലുമൊക്കെ പറയും എന്നുള്ളൊരു കാര്യമാണ്. ഇത് എങ്ങനെ ഉണ്ടായി എന്നുള്ളതാണ് നമ്മൾ പറഞ്ഞു വരാൻ പോകുന്നത്. അപ്പോൾ ഇതിലെ പ്രതികളെ ഞാൻ പറഞ്ഞുതരാം. 1 പ്രകാശ്, പിന്നെ 2ാമത് പ്രതി ശബരി എസ് നായർ, 3 കൃഷ്ണകുമാർ, 4 ഗിരിയാണ് കൗൺസിലറൊക്കെ ആയിട്ടുള്ളത്, പിന്നെ 5 ബിജിലേഷ്. ഇനി ഈ നമുക്ക് ആശ്രമത്തിലേക്ക് കുണ്ടമൺ കടവിലേക്ക് പോകാം. ഈ കുണ്ടമൺ ഭാഗം ക്ഷേത്രം, അവിടെ ഒരു കുണ്ടമൺ ഭാഗം ദേവീക്ഷേത്രമുണ്ട്. ദേവീക്ഷേത്രമാണെന്നാണ് എൻ്റെ ഓർമ്മ, അല്ലെങ്കിൽ ക്ഷമിക്കാം. അതിനോട് ചേർന്നൊരു കുളിക്കടവുണ്ട്. അവിടെ വർഷങ്ങളായി സ്ത്രീകൾ അവിടെ കുളിക്കാറുണ്ട്. ആ കുളിക്കടവിലേക്ക് ഈ ആശ്രമത്തിലെ ഈ കെട്ടിടത്തിലെ ജീവനക്കാരനായിട്ടുള്ള നേപ്പാൾ സ്വദേശിയായിട്ടുള്ള ഒരു ചെറുപ്പക്കാരൻ അവിടെ ഉണ്ടായിരുന്നു, സ്റ്റാഫ്. ഇയാൾ അവിടെ പോയി നിന്നു എന്ന് പറഞ്ഞ് അവിടെ പോയി ഈ കുളിക്കടവിൽ കുളിസീൻ കണ്ടു എന്ന പേരിൽ അവിടുത്തെ സ്ത്രീകൾ പ്രശ്നമുണ്ടാക്കുകയും അവരുടെ ഭർത്താക്കന്മാർ ഇടപെടുകയും അവർ പിന്നെ തുളസീദാസുമായി പ്രശ്നം ഉണ്ടാക്കുകയും ചെയ്തു. തുളസീദാസ് എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. പിന്നെ സന്ദീപാനന്ദഗിരിയുടെ യഥാർത്ഥ പേര് തുളസീദാസ്. RSSകാർ അദ്ദേഹത്തെ വിളിക്കുന്നത് PK ഷിബു എന്നാണ്. PK ഷിബു എന്ന് അദ്ദേഹത്തെ ആദ്യം വിളിച്ചത് ദീപയാണ്. ദീപ രാഹുലാണ് ആദ്യമായി PK ഷിബു എന്നാണ് ഇദ്ദേഹത്തിൻ്റെ യഥാർത്ഥ പേര് എന്ന് പറഞ്ഞു. അതിനുശേഷം RSS അത് ഏറ്റെടുക്കുകയും RSS അല്ല, RSS അനുഭാവം അല്ലല്ല, തുളസീദാസ്. അപ്പൊ അദ്ദേഹം തുളസീദാസാണ്. തുളസീദാസ് പിന്നീട് ഈ ഗിരി സന്യാസി പരമ്പരയിൽ ഉൾപ്പെട്ടുകൊണ്ട് പോവുകയും പിന്നെ ചിന്മയ മിഷനിൽ വരികയും അവിടെ പഠനം പൂർത്തിയാക്കുകയും അവിടെയും വിവാദങ്ങളെ തുടർന്ന് പുറത്തായി എന്ന കഥകൾ പ്രചരിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. അപ്പൊ നമുക്ക് കുളിക്കടവിലേക്ക് പോകാൻ വേണ്ടി അങ്ങനെ കുളിക്കടവിൽ പ്രശ്നമുണ്ടായി. ഇദ്ദേഹവുമായി വലിയ വിഷയം അവിടെ ഉണ്ടായി, ഈ സന്ദീപാനന്ദഗിരിക്ക്. അപ്പോൾ നാട്ടുകാർക്ക് ആ ചെറുപ്പക്കാരനെ കയ്യിൽ കിട്ടണമെന്ന പറഞ്ഞ് അവരവിടെ സംഘടിച്ചു. നാട്ടുകാർ സംഘടിച്ച് ഇദ്ദേഹത്തെ കിട്ടിയേ പറ്റൂ എന്ന് പറഞ്ഞു, ഈ പയ്യനെ. അപ്പോൾ നിമിഷ നേരം കൊണ്ട് തുളസീദാസ് ഇദ്ദേഹത്തെ അവിടെ നിന്നും മാറ്റി. ഇദ്ദേഹത്തിൻ്റെ പേരോ കാര്യങ്ങളോ ഒന്നും വെളിപ്പെടുത്താൻ തയ്യാറായില്ല. 2ാമത്തെ അവരുടെ പ്രധാനപ്പെട്ട ആരോപണം, ഈ കുളിക്കടവിലേക്ക് ഈ കെട്ടിടത്തിൽ നിന്നും CCTV ക്യാമറ വെച്ചിരിക്കുന്നു. അത് വലിയ പ്രശ്നമാക്കി നാട്ടുകാർ അദ്ദേഹത്തിനെതിരെ അവിടെ തിരിഞ്ഞു. പിന്നെ അതിനുശേഷം വലിയ വിഷയങ്ങളായി. അന്നത്തെ അവിടുത്തെ കൗൺസിലറായിട്ടുള്ള ഗിരി ഈ വിഷയത്തിൽ ഇടപെടുകയും ഗിരി നാട്ടുകാർക്കൊപ്പം നിൽക്കുകയും ചെയ്തു. അതായത് നാട്ടുകാരുടെ ആവശ്യം ന്യായമാണ് എന്ന് പരിഗണിച്ചുകൊണ്ട് BJPയുടെ കൗൺസിലറായിട്ടുള്ള ഗിരി അവർക്കൊപ്പം ചേർന്ന് നിന്നു. അത് ഇദ്ദേഹത്തിന്
ഗിരിയോട് പകയുണ്ടാകുന്നതിന് കാരണമായി. പകയുണ്ടാകുന്നതിന് വലിയ പക ഗിരിയോടുണ്ടാകുന്നതിന് കാരണമായി. കാരണം കൗൺസിലറായിട്ടുള്ള ഒരാൾ അവിടെ ഏകപക്ഷീയമായിട്ട് തീരുമാനമെടുത്തു എന്നതായിരുന്നു ഇദ്ദേഹത്തിൻ്റെ ഒരു പരാതി, ഒരു പ്രധാനപ്പെട്ട പരാതി. അതുപോലെ തന്നെ ഇദ്ദേഹം ഈ ഭഗവത്ഗീതയൊക്കെ വിശകലനം ചെയ്യുന്നത് സംബന്ധിച്ച് കൊല്ലത്ത് ഇദ്ദേഹം നടത്തിയ ഒരു പരിപാടിയിൽ ഇദ്ദേഹം ആ രീതിയിൽ സംസാരിച്ച് ഹിന്ദു മതത്തെ അപമാനിക്കുന്ന രീതിയിൽ സംസാരിച്ചു എന്ന് പറഞ്ഞ് പരാതി വരികയും ഈ ഗിരി അടക്കമുള്ളവർ ഈ കൊല്ലത്തെ പരിപാടിയിലെ സംഘാടകരെ വിളിച്ച് ഇക്കാര്യത്തിലെ പരാതി അറിയിക്കുകയും ചെയ്തു. അങ്ങനെ ഒരു ദേഷ്യം കൂടി ഗിരിയോട് ഉണ്ട്, ഇദ്ദേഹത്തിനുണ്ട്. ഗിരി പല വിഷയങ്ങളിലും അവിടെ ഇടപെട്ടു. ഇദ്ദേഹത്തിന് എതിരായിട്ടുള്ള കുറേ വിഷയങ്ങളിൽ നാട്ടുകാരുടെ ഇദ്ദേഹത്തെ ഒരു പൊതുശല്യമായി നാട്ടുകാർ അവിടെ പ്രഖ്യാപിച്ചു. ഒരു പൊതുശല്യമാണ് ഇദ്ദേഹം എന്നുള്ള രീതിയിൽ പ്രഖ്യാപിച്ചു. അങ്ങനെയൊക്കെയുള്ള വിഷയങ്ങൾക്ക് ശേഷമാണ് ഈ 2018 ഒക്ടോബർ 27-ന് ഇവിടെ ഇതുണ്ടാവുന്നത്, തീപിടുത്തം ഉണ്ടാകുന്നു. ഇതിനു മുൻപുള്ള കഥയാണ് ഞാൻ പറഞ്ഞത്. പിന്നീട് ഈ കേസ് ഏതാണ്ട് 3 വർഷത്തോളം ക്രൈംബ്രാഞ്ചും ലോക്കൽ പോലീസ് അന്വേഷിച്ച് ക്രൈംബ്രാഞ്ച് അന്വേഷിച്ച് കണ്ടെത്തിയില്ല എന്നായതോടുകൂടി ക്രൈംബ്രാഞ്ച് കോടതിയിൽ ഇത് കണ്ടെത്താൻ സാധിച്ചില്ല. പെട്രോളിന്റെ അംശമുണ്ടെന്ന് സയന്റിഫിക്കലി തെളിയിക്കപ്പെട്ടിട്ടുണ്ട്, പക്ഷേ കത്തിച്ചത് ആരാണെന്ന് അറിയില്ല എന്ന് പറഞ്ഞ് കോടതിയിൽ ക്രൈംബ്രാഞ്ച് റിപ്പോർട്ട് സമർപ്പിച്ചു. ഇതിന് ശേഷമാണ് ഈ പ്രശാന്ത് എന്ന് പറയുന്ന ഒരു വ്യക്തി, അദ്ദേഹം ഇവിടെ നിന്ന് താമസം മാറിപ്പോവുകയൊക്കെ ചെയ്തു. തിരുവനന്തപുരത്തു നിന്നുള്ള താമസമൊക്കെ ഉപേക്ഷിച്ച് അദ്ദേഹം ഇവിടെ നിന്ന് പോയി. അദ്ദേഹത്തിന്റെ സഹോദരനാണ് പ്രകാശ്. പ്രകാശാണ് ആത്മഹത്യ ചെയ്തത്. തൻ്റെ സഹോദരനും ശബരി എസ് നായരും കൃഷ്ണകുമാറും ഗിരിയും ബിജിലേഷും ചേർന്നാണ് ഈ ആശ്രമം കത്തിച്ചത് എന്നൊരു മൊഴി കൊടുത്തു. അതോടുകൂടി ക്രൈംബ്രാഞ്ച് ഇത്രയും പേരെ അദ്ദേഹത്തെ 1-ാം പ്രതിയാക്കിക്കൊണ്ട് ബാക്കിയുള്ളവരെ 2, 3, 4, 5 പ്രതികളാക്കിക്കൊണ്ട് FIR രജിസ്റ്റർ ചെയ്തു. FIR രജിസ്റ്റർ ചെയ്ത ശേഷം ഇദ്ദേഹത്തിനൊരു BJP അനുഭാവം ഉള്ളത് കൊണ്ട് ഇദ്ദേഹത്തിൻ്റെ കോടതിയിൽ ക്രൈംബ്രാഞ്ച് അന്വേഷണ സംഘം ആപ്ലിക്കേഷൻ കൊടുത്തു. ഇദ്ദേഹത്തിന്റെ 164 എടുക്കണമെന്ന്, രഹസ്യമൊഴി എടുക്കണമെന്ന് കോടതിയിൽ അപേക്ഷ കൊടുത്തപ്പോൾ ഈ പ്രശാന്ത് പോയി 164-ൽ താൻ ഒന്നും കണ്ടിട്ടില്ല എന്നും ഭീഷണിയെ തുടർന്നാണ് താൻ അത് പറഞ്ഞതെന്നും രഹസ്യമൊഴി കൊടുത്തു. ഈ രഹസ്യമൊഴി മാറ്റിവെച്ചിട്ടാണ് കോടതിയിൽ ഇപ്പോൾ കുറ്റപത്രം കൊണ്ടുപോയി ക്രൈംബ്രാഞ്ച് കൊടുത്തിരിക്കുന്നത്. CCTV ദൃശ്യങ്ങൾ ഉണ്ടായിരുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് ഇവർക്കെതിരെ കൊണ്ടുപോയി കുറ്റപത്രം കൊടുത്തിരിക്കുന്നത്. അതിൽ കുറേ സാക്ഷികളുമുണ്ട്. കുറേ സാക്ഷികളെയും അന്വേഷണ സംഘം കണ്ടെത്തിയിട്ടുണ്ട്. ഈ സാക്ഷികളിൽ എല്ലാം നമുക്കറിയാം തട്ടിക്കൂട്ടിയ സാക്ഷികളാണ്. കാരണം ഈ കേസ് ഉണ്ടാകുന്നത് മുതൽ 3 വർഷം അന്വേഷിച്ച അന്വേഷണ സംഘത്തിന് ഒരിക്കൽ പോലും കണ്ടെത്താൻ പറ്റാത്ത സാക്ഷികളെയാണ് പിന്നീട് ഈ പ്രശാന്തിന്റെ മൊഴി വന്ന ശേഷം അന്വേഷണ സംഘം കണ്ടെത്തിയിരിക്കുന്നത്. അവരൊക്കെ CPM-ഉമായിട്ട് പാർട്ടിയുമായിട്ടൊക്കെ അനുഭാവമുള്ളവരാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഒരു സംശയം, ഈ കുളിക്കടവിലേക്ക് ക്യാമറ വെച്ചതും ഈ പയ്യൻ കുളിസീനിൽ എത്തി നോക്കിയതുമാണോ ഈ ആശ്രമം കത്തിക്കുന്നതിലേക്കൊക്കെ എത്തിയത് എന്നൊരു സംശയം ബാക്കിയാകുന്നു. കാരണം തനിക്കൊരു അറ്റൻഷൻ കിട്ടാൻ വേണ്ടി ഇദ്ദേഹം തന്നെ കത്തിച്ചതാണ് എന്നാണ് ഒരു അനുകമ്പ, തന്നിലേക്ക് ഒരു അനുകമ്പ വരാൻ വേണ്ടി ഇദ്ദേഹം തന്നെ ഇടപെട്ട് കത്തിച്ചതാണെന്നാണ് BJP-യുടെയും RSS-ന്റെയും ഗുരുതരമായിട്ടുള്ള ആരോപണം. അതേസമയം ആദ്യഘട്ടത്തിൽ തന്നെ ഇദ്ദേഹത്തിനെതിരെ RSS-ന്റെ ആക്രമണമാണ്, RSS നടത്തിയ പരിപാടിയാണിത് എന്ന് പറയുകയുണ്ടായി. ഈ BJP പ്രവർത്തകർ ചെയ്താലും RSS പ്രവർത്തകർ അത് ചെയ്യില്ല. RSS പോയി ഒളിച്ചു നിന്ന് തീയിടുന്ന പരിപാടി RSS-ന്റെ കയ്യിലില്ല. ഒളിച്ചു നിന്ന് പോയി പ്രത്യേകിച്ച് ഈ പറയുന്ന തുളസീദാസിന്റെ കെട്ടിടത്തിൽ പോയി തീയിടേണ്ട കാര്യം RSS-നില്ല. RSS അത് ചെയ്യില്ല. കാരണം കൂടുതൽ അറ്റൻഷൻ ഇയാൾക്ക് കിട്ടുമെന്ന് RSS-ന് മനസ്സിലാവുന്ന ഒരു കാര്യമാണല്ലോ. അദ്ദേഹത്തെ പൂർണ്ണമായിട്ടും പ്രതിസ്ഥാനത്ത് നിർത്തിയിരിക്കുകയാണ് നാട്ടുകാർ മുഴുവൻ. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളിൽ അവിടെ ഉണ്ട്. പിന്നീട് ഉണ്ടായൊരു പ്രധാനപ്പെട്ട സംശയം, അവിടെ ഒരു സെക്യൂരിറ്റി ഉണ്ടായിരുന്നു. ഈ തീ പിടിക്കുന്നതിൻ്റെ 2 ദിവസം മുമ്പ് തന്നെ തുളസീദാസ് സന്ദീപാനന്ദഗിരി, ഇനിയിപ്പോൾ സന്ദീപാനന്ദഗിരി എന്ന് പറഞ്ഞു പോകാം, അല്ലെങ്കിൽ ആളുകൾക്ക് മനസ്സിലാവില്ല. അപ്പോൾ സന്ദീപാനന്ദഗിരി ഇദ്ദേഹത്തെ പറഞ്ഞു വിട്ടു. അതിന്റെ കാരണമായി സന്ദീപാനന്ദഗിരി പറഞ്ഞത് ഇദ്ദേഹം അവിടെ സന്ദീപാനന്ദഗിരി പറയുന്ന കാര്യങ്ങൾ അനുസരിക്കുന്നില്ല, അതുകൊണ്ടാണ് താൻ സെക്യൂരിറ്റിയെ പറഞ്ഞു വിട്ടതെന്നാണ്. അത് തീ പിടിക്കുന്നതിന് ഒരു 2 ദിവസം മാത്രം മുമ്പാണ് ഈ സംഭവം അവിടെ ഉണ്ടായത്. സംശയാസ്പദമാണ്. പിന്നീട് വന്ന അന്വേഷണ സംഘം ഒരു ഘട്ടത്തിൽ അന്വേഷണം അവസാനിപ്പിക്കാനുള്ള കാരണം അന്വേഷണം നേരെ ചെന്ന് നിൽക്കുന്ന സന്ദീപാനന്ദഗിരിയിലേക്കാണ് എന്ന തരത്തിലുള്ള ആരോപണം ഉയർന്നു. അതായത് ഇത് കത്തിച്ചത് സന്ദീപാനന്ദഗിരി തന്നെയാണ് എന്ന തെളിവുകളിലേക്ക് കാര്യങ്ങൾ എത്തുന്നു എന്നുള്ള ഒരു ഇത് വന്നതോടുകൂടി അന്വേഷണം ഫ്രീസ് ചെയ്തതാണെന്നുള്ള ആരോപണങ്ങൾ ഉയർന്നു വരികയും ചെയ്തു. RSS-ലേക്ക് ഇത് എങ്ങനെ കൂട്ടിക്കെട്ടിയെന്ന് വെച്ച് കഴിഞ്ഞാൽ 2014 തിരൂരിൽ ഇദ്ദേഹത്തിനെതിരെ തുഞ്ചൻപറമ്പിൽ ഒരു ആത്മീയ പ്രഭാഷണം നടത്തവേ അതിൽ ഹിന്ദു മതത്തെ അപമാനിച്ചു എന്ന് പറഞ്ഞുകൊണ്ട്
പിന്നെ 3 RSSന്റെ പ്രവർത്തകർ ഇദ്ദേഹത്തെ കയ്യേറ്റം ചെയ്യാൻ ശ്രമിച്ചു. ആ സംഭവത്തിൽ പോലീസ് 3 പേർക്കെതിരെ കേസെടുത്തിട്ടുണ്ട്. അപ്പോൾ 2014 ഈ ആക്രമണം നടന്നതുകൊണ്ടാണ് 2018 ഈ തീപിടുത്തം RSSന്റെ തലയിൽ കൊണ്ടുപോയി കെട്ടിവെക്കാൻ ശ്രമിച്ചിരിക്കുന്നത്. അത് ആദ്യം മുതലേ RSSലേക്കാണ് ഇദ്ദേഹം ഉന്നം വെച്ച് മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത്. ഇതാണ് അവിടുത്തെ ഉണ്ടായിരുന്ന ഒരു പ്രശ്നം. പിന്നീട് ഇദ്ദേഹത്തിൻ്റെ ഈ കൈലാസ തീർത്ഥയാത്ര, അപ്പോൾ കൈലാസ തീർത്ഥയാത്രയുമായി ബന്ധപ്പെട്ട് 2000 അത് ഇവിടുത്തെ ഉപഭോക്തൃ കോടതി ഇദ്ദേഹത്തിനെതിരെ, ഉപഭോക്തൃ കമ്മീഷൻ ഇദ്ദേഹത്തിനെതിരെ 1 ലക്ഷം രൂപ പിഴ ചുമത്തി തട്ടിപ്പ് നടത്തിയതിന്. അതായത് ഇവിടെ നിന്നും തീർത്ഥയാത്രയ്ക്ക് കൊണ്ടുപോയവരെ അവിടെ കൊണ്ടുപോയ ശേഷം അവിടെ നിന്നും കൃത്യമായി അവർക്ക് ഈ തീർത്ഥയാത്രയ്ക്ക് പോയവരെ 1 ദിവസം കൊണ്ട് തന്നെ അത് മടക്കി കൊണ്ടുവന്നു. അവിടെ പോയവരെ 1 ദിവസം കൊണ്ട് തന്നെ തിരിച്ചു കൊണ്ടുവന്നു. അവർക്ക് ഈ പറയുന്ന പോലെ പരിക്രമണം ഉണ്ടല്ലോ, 3 തവണ പരിക്രമണം ഉണ്ടല്ലോ. അപ്പൊ അത് നടത്തിയില്ല എന്ന് പറഞ്ഞിട്ട് ഇവിടെ തിരുവനന്തപുരം സ്വദേശിയായിട്ടുള്ള ഒരാളാണ്, എന്റെ ഓർമ്മയിൽ ജനാർദ്ദനൻ നായർന്നോ മറ്റോ ആണ് അദ്ദേഹത്തിന്റെ പേരെന്നാണ് എനിക്ക് ഓർമ്മ, അത് പഴയ വാർത്തയാണ്. അപ്പൊ അദ്ദേഹത്തിന്റെ പരാതിയിൽ ഇദ്ദേഹത്തിനെതിരെ 1 ലക്ഷം രൂപ പിഴയും പിന്നെ കമ്മീഷന്റെ സമയം കളഞ്ഞതിന് 25,000 രൂപ പിഴയും, അല്ല 25,000 രൂപ പിഴയും ചുമത്തി. കമ്മീഷന്റെ സമയം കളഞ്ഞു എന്ന് പറഞ്ഞിട്ട്. പിന്നീട് ഇദ്ദേഹത്തിനെതിരെ വന്നിരിക്കുന്ന, അപ്പോൾ ഞാൻ പ്രതികളെ പറഞ്ഞു കോടതിയിലാണ് ഈ കേസെന്ന് പറഞ്ഞു. നമ്മൾ വിഷയത്തിൽ നിന്ന് മാറിപ്പോകരുത് എന്നുള്ളത് കൊണ്ടാണ് പറയുന്നത്. കോടതിയിലാണ് കേസ്. ഇനി ഈ ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിലാണ് കേസ് കിടക്കുന്നത്. അത് സെഷൻസിലേക്ക് അവർ പിന്നീട് മാറ്റി വിചാരണ നടക്കുമ്പോൾ സെഷൻസിലേക്ക്, ഇത് ഗുരുതരമായിട്ടുള്ള കുറ്റകൃത്യമാണല്ലോ, ഗുരുതരമായിട്ടുള്ള കുറ്റകൃത്യമാണ് അത് അവർക്കെതിരെ ചുമത്തി. അപ്പോൾ സെഷൻസിലേക്ക് പിന്നീട് ആ കേസ് മാറ്റും അവർ. അപ്പൊ അതാണ് കേസിന്റെ നിലവിലെ കണ്ടീഷൻ. ഈ 5 പേരാണ് ഇതിലെ പ്രതിൽ, ഒരാൾ ജീവിച്ചിരിപ്പില്ല, ആത്മഹത്യ ചെയ്യായിരുന്നു. അതിന്റെ കാരണം കൂടി നമുക്ക് പറഞ്ഞുതരാം. പ്രശാന്തിന്റെ മരണത്തിന്റെ പ്രകാശിന്റെ മരണത്തിന്റെ കാരണക്കാരൻ കൃഷ്ണകുമാർ ആണ്. അതായത് ഈ കേസിലെ 3-ാം പ്രതിയായിട്ടുള്ള കൃഷ്ണകുമാറാണ് കാരണക്കാരൻ. കൃഷ്ണകുമാറും ഈ പറയുന്ന പ്രകാശും തമ്മിലുണ്ടായിരുന്ന പ്രശ്നങ്ങളാണ് പിന്നെ പ്രകാശ് ആത്മഹത്യാൻ കാരണമെന്ന് പ്രശാന്തിനെ തെറ്റിദ്ധരിപ്പിച്ചു. അത് കേട്ടാണ് പ്രശാന്ത് പോയി കൃഷ്ണകുമാർ അടക്കമുള്ള പ്രശാന്തും ബാക്കിയുള്ളവർക്കുമെതിരെ കേസ് കൊടുത്തത്. ഗിരി ഈ കേസിൽ പെടാനുള്ള കാരണം, ഗിരി നിത്യമായി ഈ സന്ദീപാനന്ദഗിരിയും ഈ ഗിരിയും തമ്മിൽ നിത്യമായി പ്രശ്നങ്ങളുണ്ട്. ചേരാത്തെന്ന് വെച്ചാൽ ഇദ്ദേഹം ഉണ്ടാക്കുന്ന കൗൺസിലർ ആണല്ലോ, വല്യവിള വാർഡാണ്. വല്യവിള വാർഡില് കൗൺസിലർ ആയിരിക്കുന്ന സമയമാണെന്നല്ലോ. ഇപ്പൊ അദ്ദേഹത്തിന്റെ നാട്ടുകാർ പരാതി കൊടുക്കുമ്പോൾ നാട്ടുകാരുടെ പരാതി ഉചിതമാണ്, അത് ശരിയാണ് എന്ന അടിസ്ഥാനത്തിലാണ് കൗൺസിലർ എന്നുള്ള ഒരു ജനപ്രതിനിധി എന്നുള്ള നിലയിൽ നാട്ടുകാർക്കൊപ്പം അദ്ദേഹം നിന്നു. മാത്രമല്ല ഇദ്ദേഹം കോഴിക്കോട്ട് നിന്ന് വരുത്തനുമാണ്, കോഴിക്കോട്ടുകാരനാണ്. കോഴിക്കോട്ട് നിന്ന് ഇവിടെ വന്ന് ഇത് നടത്തിയതാണ്. അങ്ങനെ ഇദ്ദേഹത്തിനൊരു 2 മുഖമുണ്ട്. കൈലാസ തീർത്ഥയാത്രയിലൂടെ ഇദ്ദേഹം പണം ഉണ്ടാക്കുകയും യാത്ര നടത്തി പണം ഉണ്ടാക്കുകയും അതേസമയം ഇദ്ദേഹം വന്നിരുന്ന് ഹിന്ദു വിശ്വാസങ്ങളെ വെല്ലുവിളിക്കുകയും ചെയ്യാറുണ്ട്. ഹിന്ദു വിശ്വാസങ്ങളൊന്നും ശരിയല്ല എന്ന രീതിയിൽ സംസാരിക്കാറുണ്ട്. അതുപോലെ തന്നെ ആശ്രമം പിന്നെ തീ പിടിച്ച സംഭവത്തിൽ 3 വർഷം കഴിഞ്ഞ് പിന്നെ കേസ് അവസാനിപ്പിക്കാൻ പോവുകയാണെന്ന് പറഞ്ഞപ്പോൾ ഇദ്ദേഹം അൽമോറയിലെ ക്ഷേത്രത്തിൽ പോയി 3 വട്ടം മണിയടിച്ചുകൊണ്ട് അവിടെ ഇദ്ദേഹം അവിടുത്തെ ദേവിയോട് പ്രാർത്ഥിച്ചു, ഈ ദുഷ്ട ചിന്തകൾ ഉള്ളവരെ, എൻ്റെ ആശ്രമം കത്തിച്ച ദുഷ്ടചിന്തകൾ ഉള്ളവരെ ദേവി ഉചിതമായ ശിക്ഷ കൊടുക്കണം എന്ന് പറഞ്ഞ് ഇദ്ദേഹം അവിടെ പോയി ഈ പ്രാർത്ഥന നടത്തി. അപ്പോൾ അതേസമയം ക്ഷേത്രങ്ങളിൽ പിന്നെ പ്രതിഷ്ഠ ദൈവമില്ല എന്നാണ്, ക്ഷേത്രങ്ങളിൽ ഇരിക്കുന്ന ദൈവമില്ല എന്നാണ് ഇദ്ദേഹം പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം. പിന്നെ അയ്യപ്പൻ നിത്യ ബ്രഹ്മചാരി അല്ല, അത് തന്ത്രശാസ്ത്രത്തിൽ എവിടെയും അത് പറഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞ് ഇദ്ദേഹം പറയുകയുണ്ടായി. അതിനെതിരെയും ഇദ്ദേഹത്തിനെതിരെ വ്യാപകമായിട്ടുള്ള പ്രചാരണം അഴിച്ചുവിട്ടു. ഈ ഹിന്ദു വിശ്വാസികളെല്ലാം കൂടി അഴിച്ചുവിടുകയുണ്ടായി. അതേസമയം പിന്നെ ഇദ്ദേഹത്തിന് വേറൊരു പ്രധാനപ്പെട്ട ഒരു കഥയാണ് സജിൻ ഫിലിപ്പ് പുറത്തുവിട്ടൊരു കഥ. സജിൻ ഫിലിപ്പാണ് അതിന് ഉത്തരവാദി. സജിൻ ഫിലിപ്പ് എന്ന് പറയുന്ന സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ ആയിട്ടുള്ള ഒരു വ്യക്തി, അദ്ദേഹം ഉത്തരേന്ത്യയിൽ ഒരു സ്പായിൽ ജോലി ചെയ്യവേ ഇദ്ദേഹം അവിടെ എത്തിയെന്നും അവിടുത്തെ ജീവനക്കാരിയോട് ഇദ്ദേഹം മനോജ് കുമാർ എന്നാണ് അവിടെ പേര് പറഞ്ഞത്, തൻ്റെ പേര് മനോജ് കുമാർ എന്നാണെന്നാണ് ഇദ്ദേഹം അവിടെ പേര് പറഞ്ഞത്. അപ്പോൾ ഇത് കണ്ട അവിടുത്തെ സ്റ്റാഫാണ്, സജിൻ ഫിലിപ്പ് അവിടെ സ്റ്റാഫായിരിക്കുമ്പോൾ അദ്ദേഹം പറഞ്ഞു, അദ്ദേഹത്തിന് സംശയം തോന്നി. അദ്ദേഹം പഴയ വീഡിയോസ് ഒക്കെ എടുത്ത് നോക്കിയപ്പോൾ ഇദ്ദേഹം ഭഗവത്ഗീതയൊക്കെ വിശകലനം ചെയ്യുന്ന ഒരു വ്യക്തിയാണെന്ന് മനസ്സിലായി. അദ്ദേഹം തിരിച്ച് ഇറങ്ങി വരുമ്പോൾ മലയാളം പറഞ്ഞ് ഈ
പിന്നെ സന്ദീപാനന്ദഗിരിയെ ഞെട്ടിക്കാം എന്ന് വിചാരിച്ച് കാത്തിരിക്കവേ അവിടുന്ന് ആദ്യം ഇറങ്ങി ഓടിയത് പിന്നെ സ്പായിലെ ജീവനക്കാരിയാണ്. ഹിന്ദിയിൽ തെറിയും പറഞ്ഞുകൊണ്ടാണ് ആ സ്ത്രീ ഇറങ്ങി ഓടിയത്. ആരെ? ഇദ്ദേഹത്തെ. ഇതാണ് സജിൻ ഫിലിപ്പ് ഇട്ട പോസ്റ്റാണ്. അപ്പോൾ പിന്നാലെ ഒരു മണിക്കൂർ കഴിഞ്ഞപ്പോൾ ഇറങ്ങി വന്ന ഇദ്ദേഹത്തോട് സജിൻ ഫിലിപ്പ് മലയാളത്തിൽ സംസാരിച്ചപ്പോൾ ഇദ്ദേഹം ഞെട്ടിപ്പോയെന്നും തൻ്റെ പേര് മനോജ് കുമാർ എന്ന് തന്നെയാണെന്ന് ആവർത്തിച്ച് പറയുകയും ചെയ്തു. എന്നിട്ട് അവിടെ നിന്ന് പിന്നെ താനൊരു ടൂർ ഓപ്പറേറ്റർ ആണ് എന്നാണ് അവിടെ ഇദ്ദേഹം പറഞ്ഞതെന്നാണ് പിന്നെ സജിൻ ഫിലിപ്പ് അദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് പോസ്റ്റിൽ പറഞ്ഞിരിക്കുന്നത്. സന്ദീപാനന്ദഗിരി പിന്നീട് അത് വലിയ വ്യാപകമായി അത് പ്രചരിച്ച ശേഷം പ്രചരിച്ചുകൊണ്ടിരുന്നപ്പോൾ ഒട്ടനവധി പേർ ഇദ്ദേഹത്തിന്റെ FBയിൽ പോയി പോസ്റ്റ് ഇട്ടു. നിങ്ങൾ ഇതിനുള്ള മറുപടി എന്താണെന്ന് ചോദിച്ചിട്ട് ഇദ്ദേഹം മറുപടി നൽകിയില്ല എന്നാണ് പറയുന്നത്. അതിൽ സജിൻ ഫിലിപ്പ് അതിൽ ഏറ്റവും അവസാനം പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം, ഈ മനോജ് കുമാർ എന്നാണല്ലോ അവിടെ പറഞ്ഞിരിക്കുന്നത്. മനോജ് കുമാർ ഇറങ്ങിപ്പോയതിനു ശേഷം റൂം വൃത്തിയാക്കാൻ പോയ റൂം ബോയ് നേരത്തെ ഓടിയ ഹിന്ദിക്കാരിയേക്കാൾ കൂടുതൽ തെറി വിളിച്ചുകൊണ്ടാണ് റൂമിൽ നിന്ന് ഇറങ്ങി വന്നത്. റൂം അത്രത്തോളം അദ്ദേഹം വൃത്തികേടാക്കി എന്ന് പറഞ്ഞ് തെറി വിളിച്ചുകൊണ്ടാണ് ആ റൂം ബോയ് ഇറങ്ങി വന്നത്. ചുരുക്കത്തിൽ താൻ ആദ്യമേ തന്നെ അവിടുത്തെ സ്റ്റാഫുകളോട് പറഞ്ഞു ഇതൊരു മലയാളിയായിട്ടുള്ള ഇത്തരത്തിൽ ഭഗവത്ഗീതയൊക്കെ വിശകലനം ചെയ്യുന്ന ഒരു ആത്മീയ പ്രഭാഷകനാണ് എന്ന് ഇദ്ദേഹം അവിടെ പറഞ്ഞിരുന്നു. എല്ലാവരോടും അവിടുത്തെ സ്റ്റാഫുകളോട് പറഞ്ഞിരുന്നു. അതിനുശേഷം ആദ്യം ഓടിയ ഹിന്ദിക്കാരിയും പിന്നെ രണ്ടാമത് ഇദ്ദേഹം പോയ ശേഷം മൂന്നാമതെത്തിയ റൂം ബോയും തെറി വിളിച്ചതോടുകൂടി ഇദ്ദേഹം മലയാളികളുമായി മൊത്തത്തിൽ നാണം കെടുത്തുന്ന ഒരു അവസ്ഥയായി പോയല്ലോ എന്ന് ചിന്തിച്ചു എന്നൊക്കെയാണ് സജിൻ ഫിലിപ്പ് ഫേസ്ബുക്ക് പോസ്റ്റിൽ പറഞ്ഞിരിക്കുന്നത്. അങ്ങനെ ഇദ്ദേഹത്തെ കുറിച്ച് നിത്യമായിട്ട് ഇങ്ങനെ ആരോപണങ്ങൾ നിരന്തരം ഉയർന്നു വന്നുകൊണ്ടേ ഇരിക്കവെയാണ് ഔഷധി ഇദ്ദേഹത്തിന്റെ കെട്ടിടം ഏറ്റെടുത്തുകൊണ്ട് ഔഷധിയുടെ ഒരു സെന്റർ, അതിന് മറ്റെന്തോ ഒരു പേര് അവർ ഇട്ടിട്ടുണ്ടായിരുന്നു, അത് പേര് ഞാൻ വിട്ടുപോയതാണ്, അത് ഞാൻ പറയാം. അപ്പോൾ വെൽനസ് സെന്റർ, ഔഷധിയുടെ വെൽനസ് സെന്റർ സ്ഥാപിക്കാനുള്ള ഒരു നീക്കം അവിടെ നടത്തി. അത് കേന്ദ്ര സർക്കാരിന്റെ ഫണ്ട് കൂടി ഉപയോഗിച്ചുകൊണ്ടാണ് അത് നടത്താൻ തീരുമാനിച്ചപ്പോൾ ഇവിടുത്തെ BJP-ക്കാർ കൊണ്ടിളകിക്കൊണ്ട് അതിന് പോയി തടയിട്ടു. അത് ഏതാണ്ട് 35 കോടിയുടെ ഏർപ്പാടായിരുന്നു. 35 കോടി ഫണ്ട് ഇദ്ദേഹത്തിന് കിട്ടുന്ന ഏർപ്പാടായിരുന്നു. അതിൽ പോയി അവർ തടയിട്ടു. ഇപ്പോൾ ഈ കേസ് കോടതിയിൽ നിൽക്കുമ്പോഴും ഇദ്ദേഹം പറയുന്ന ഇവർ തന്നെയാണ് പ്രതികളെന്ന് പറയുമ്പോഴും ഈ പ്രധാന സാക്ഷിയായിട്ടുള്ള പിന്നെ പ്രശാന്ത് മൊഴി മാറ്റി കോടതിയിലെത്തിയപ്പോൾ ഞാൻ കണ്ടിട്ടില്ല എന്നുള്ള മൊഴി മാറ്റി അദ്ദേഹം ഇവിടുന്ന് നാടുവിട്ട് പോവുകയും ഈ സ്ഥലം മാറി പോവുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. അപ്പം ഇതൊക്കെയാണ് ഇതിൻ്റെ ഈ ആശ്രമം കത്തിക്കുന്നതിന് മുൻപും പിൻപും അവിടെ നടന്നിട്ടുള്ള കഥ. ആ കഥ നമ്മൾ എത്തി നോക്കുന്നത് എപ്പോഴും ആ കുളിക്കടവിലേക്കാണ്. ആ കുളിക്കടവിൽ ഉണ്ടായ പ്രശ്നമാണോ ഇതിൻ്റെയൊക്കെ കാരണം എന്നതാണ് പ്രധാനപ്പെട്ട ഒരു സംശയം. ഇനി ചേട്ടന് ചോദിക്കാനുള്ള കാര്യങ്ങൾ ചോദിക്കാം. ഇപ്പൊ ഈ നിലവിൽ ഇത് കോടതിയിലാണ്. ഈ ഒരു പ്രതിയാണ് തൂങ്ങി മരിച്ചിട്ടുള്ളത് അല്ലേ? ബാക്കിയുള്ളവർക്ക് അറസ്റ്റ് ചെയ്തു. അവര് ഈ കേസ് കോടതി വരുമ്പോൾ അതിന്റെ അവസ്ഥ എന്താവും എന്നുള്ളതിനെ കുറിച്ച് നമുക്ക് ഗണിച്ചു പറയാനൊന്നും പറ്റത്തില്ല. എന്നാൽ ഇപ്പോഴത്തെ ഒരു അവസ്ഥയിൽ സ്ഥിതിയിൽ അവര് തന്നെയാണോ പ്രതികളെന്ന് നമ്മൾ ഉറപ്പിക്കാമോ? ഇല്ല, പറ്റില്ല. കാര്യം ആ അന്വേഷണ ഉദ്യോഗസ്ഥനെ എനിക്ക് അറിയാവുന്നത് കൊണ്ട് അദ്ദേഹത്തിന്റെ പേര് പറയുന്നില്ല. അദ്ദേഹത്തിന് നല്ല CPM ചായ്വുണ്ട്. ഇവരെ പ്രതിയാക്കിയ SP-ക്ക് CPM-ന്റെ പാർട്ടിയോട് ഒരു പാർട്ടിയുടെ ബ്രാഞ്ച് സെക്രട്ടറി ആയിട്ട് ഇരിക്കാനുള്ള നിലവാരം അദ്ദേഹത്തിനുണ്ട്. ഒരു പാർട്ടി ബ്രാഞ്ച് സെക്രട്ടറി ഇദ്ദേഹത്തെ പ്രതിയാക്കിയ ഉദ്യോഗസ്ഥന്. അതുകൊണ്ട് അദ്ദേഹത്തിന്റെ നിലപാടുകളെയൊക്കെ സംശയത്തോടു കൂടി മാത്രമേ നമുക്ക് ഇക്കാര്യത്തിൽ നോക്കിക്കാണാൻ സാധിക്കുകയുള്ളൂ. പിന്നെ ഇവിടുത്തെ പ്രഗത്ഭരായ ഉദ്യോഗസ്ഥർ മുഴുവൻ അന്വേഷിച്ച് മുഖ്യമന്ത്രി ഇറങ്ങി നിന്ന് വന്നിട്ട് പോലും പിന്നെ ഇവിടുത്തെ പ്രഗത്ഭരായ ഉദ്യോഗസ്ഥരെ മൊത്തം കൊണ്ട് അന്വേഷിച്ച് തപ്പി കണ്ടുപിടിക്കാൻ നോക്കിയിട്ട് നടക്കാത്തൊരു കേസാണ്. 2018 എന്ന് പറയുമ്പോൾ CCTV-യുടെ ലഭ്യത കുറവൊന്നുമില്ലല്ലോ. ഇഷ്ടംപോലെ CCTV, നാട് മുഴുവൻ CCTV വെച്ചിരിക്കുന്ന കാലഘട്ടമാണല്ലോ 2018. അപ്പോൾ ആ ഒരു കാലഘട്ടത്തിൽ കിട്ടാത്തൊരു കാര്യം പിന്നെ എങ്ങനെ ഇത് വന്നു? ഇത്രയും കാലങ്ങൾക്ക് ശേഷം ഒരാളുടെ മൊഴി വന്നതിന് പിന്നാലെ ഇത്രയും സാക്ഷികളൊന്നും ഞങ്ങളെല്ലാം കണ്ടിട്ടുണ്ടെന്ന് എങ്ങനെ പറയാൻ പറ്റിയവർക്ക്? അത് സംശയാസ്പദമാണ്. അപ്പോൾ കോടതി അതിൽ ന്യൂട്രലായിട്ടൊരു തീരുമാനം എടുത്തു കഴിഞ്ഞാൽ ഈ പറയുന്ന ഇവരെ ആരെയും ശിക്ഷിക്കാനുള്ള ഒരു കാര്യം ഇല്ല. പിന്നീട് ഈ അന്വേഷണ ഉദ്യോഗസ്ഥന് ശാസന കിട്ടാനുള്ള സാധ്യതയും, പ്രത്യേകിച്ച് രഹസ്യമൊഴി മറച്ചു വെച്ചിട്ട് കുറ്റപത്രം കൊണ്ടുപോയി കൊടുത്തിരിക്കുകയാണ്. രഹസ്യമൊഴിക്ക് വിശ്വാസ്യതയില്ല എന്നുള്ള രീതിയിലാണ് കുറ്റപത്രം കൊണ്ടുപോയി അവിടെ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ കുറ്റപത്രം പ്രതികൾ എന്തായാലും രഹസ്യമൊഴി മേടിക്കുമല്ലോ. പ്രതികൾ ആപ്ലിക്കേഷൻ വെച്ച് രഹസ്യമൊഴി മേടിച്ച് ഈ രഹസ്യമൊഴി എടുത്തുകൊണ്ട് വന്ന് കോടതിയിൽ അവർ കൊടുക്കുമല്ലോ. സ്വാഭാവികമായിട്ടും അന്വേഷണ ഉദ്യോഗസ്ഥന് ശാസന കിട്ടാനുള്ള സാധ്യത ആണ് ഈ കാര്യത്തിൽ കാണുന്നത്. പിന്നീട് അമൃതാനന്ദമയിയുടെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നല്ലോ. അമൃതാനന്ദമയ്ക്കെതിരെ ഗെയിൽ ട്രേഡ്വില്ലിന്റെ ഒരു പുസ്തകം വന്നതിന് പിന്നാലെ അമൃതാനന്ദമയ്ക്കെതിരെ ഇദ്ദേഹം പരാമർശം
നടത്തുകയും പരാമർശങ്ങൾ നടത്തുകയും ഒക്കെ ചെയ്ത് വലിയ പ്രശ്നങ്ങൾ ഉണ്ടായി. ഇദ്ദേഹം ഉണ്ടാക്കി എടുത്തിരുന്നു. ഇദ്ദേഹത്തെ ഒരു CPM-ന്റെ മുഖമായി CPM കാണാൻ തുടങ്ങിയത് ഈ ശബരിമല സ്ത്രീ പ്രവേശന വിഷയവുമായി ബന്ധപ്പെട്ടാണ്. സ്ത്രീ പ്രവേശനത്തിനെ അനുവദിക്കണമെന്ന് ഇദ്ദേഹം ശക്തമായി വാദിച്ചു. അവിടെയും ഇദ്ദേഹത്തിന് ഇരട്ടത്താപ്പുണ്ട്. ആദ്യഘട്ടത്തിൽ ഇദ്ദേഹം പറഞ്ഞത് സ്ത്രീ പ്രവേശനം പാടില്ലെന്നാണ്. സ്ത്രീ പ്രവേശനം ഒരു കാരണവശാലും അനുവദിക്കാൻ പാടില്ല എന്നതായിരുന്നു ഇദ്ദേഹത്തിന്റെ ആദ്യത്തെ തുടക്കത്തിലെ നിലപാട്. പിന്നീട് CPM ഇതിന്റെ നിലപാട് മാറ്റിയപ്പോൾ ഇദ്ദേഹവും ഇദ്ദേഹത്തിന്റെ നിലപാട് മാറ്റിക്കൊണ്ട് പിന്നെ വരികയായിരുന്നു. അങ്ങനെയാണ് ഇദ്ദേഹത്തെ ഏറ്റവും കൂടുതൽ പിന്നെ ഇതായി മാറ്റിയത്. ആദ്യം തന്നെ ഇദ്ദേഹത്തിന്റെ ലെഫ്റ്റ് ചിന്താഗതിയാണ് എന്ന് CPM ഇദ്ദേഹത്തിന്റെ ഒരു പാർട്ടിയുടെ മുഖമായി ഇദ്ദേഹത്തെ മാറ്റാൻ ശ്രമിക്കുന്നത് ഈ ദ്വാപരയുഗത്തിലും ത്രേതായുഗത്തിലും ഉള്ളവരൊക്കെ നെറ്റിയിൽ അണിഞ്ഞിരിക്കുന്ന കുറി, അതിനെ നമുക്ക് അങ്ങനെ എല്ലാവർക്കും മനസ്സിലാക്കാൻ വേണ്ടി എളുപ്പത്തിൽ പറയുന്ന ഒരു വാക്കായി നമുക്ക് പറയാം, അതൊരു കുറി. അതിൽ വൈഫൈ ചിഹ്നമാണത്. ആ കാലഘട്ടത്തിൽ വൈഫൈ ഉണ്ടായിരുന്നു എന്ന് ഇദ്ദേഹം പറഞ്ഞു വെച്ചു. ഇദ്ദേഹം അങ്ങനെ ഒരു പരാമർശം നടത്തി. ആ നടത്തിയതിലാണ് CPM അദ്ദേഹത്തിനെ ആദ്യം മുതലേ എടുത്ത് എന്താ പറയുക, ഇവരുടെ ഒരു എന്താ പറയുക ഔദ്യോഗിക മുഖമാണ് എന്ന രീതിയിൽ കാര്യങ്ങളെ കൈകാര്യം ചെയ്യപ്പെടുന്നത്. ഞാൻ ഇപ്പോഴും പറയുന്ന ഒരു കാര്യം, ഇദ്ദേഹത്തിന് രണ്ട് ഫേസ് ഉണ്ട്. ഒരേ സമയം തനിക്ക് സാമ്പത്തികമായി നേട്ടം ഉണ്ടാകും എന്ന് പറയുന്ന കാര്യങ്ങളെ, അതൊരു മഞ്ഞുമലയാണ്, അവിടെ പോയി എന്ത് കാണാനാണെന്ന് കൈലാസത്തെക്കുറിച്ച് ഇദ്ദേഹം പറയില്ല. അതൊരു മഞ്ഞുമലയാണ്, നിങ്ങൾ അവിടെ പോയി റിസ്ക് എടുത്ത് എന്ത് കാണാനാണെന്ന് തുളസീദാസ് എന്ന സന്ദീപാനന്ദഗിരി പറയാറില്ല. അതും അദ്ദേഹം പറയത്തില്ല. ഭഗവത്ഗീതയെ വിശകലനം ചെയ്ത് അദ്ദേഹം CD വിൽക്കുന്നുണ്ട്. അതിൽ ഭഗവത്ഗീതയെ അപമാനിക്കാൻ അദ്ദേഹം പോകാറില്ല. അതേസമയം ഇടത് ചിന്താഗതികൾക്കാരുടെ കൂട്ടത്തിലുള്ള അങ്ങനെയുള്ള സദസ്സുകളിൽ പോയി ഇദ്ദേഹം എന്തു പറയും, ഇദ്ദേഹത്തിന്റെ വിൽപ്പനോപാധിയായിട്ടുള്ള ഭഗവത്ഗീത എടുത്ത് കൈകാര്യം ചെയ്യും. ഇങ്ങനെയൊക്കെയാണ് അദ്ദേഹത്തിന്റെ ഒരു കാര്യം ഇരിക്കുന്നത്. ഏതായാലും കുളിക്കടവ് കേസാണോ ഇതിന്റെയൊക്കെ മൂല കാരണം എന്ന കാര്യത്തിൽ കുളിക്കടവിലേക്ക് എത്തി നോക്കിയതാണോ ഇതിന്റെയൊക്കെ കാരണം? നാട്ടുകാരത് ചെയ്തില്ല. നാട്ടുകാർ ഒരു കാരണവശാൽ അവരുടെ ഏറ്റവും വലിയ ആവശ്യം ഈ നേപ്പാളിയെ കിട്ടണം എന്നും കുളിക്കടവിലേക്ക് വെച്ചിരിക്കുന്ന CCTV അവിടെ നിന്ന് എടുത്തു മാറ്റണമെന്നായിരുന്നു അവിടുത്തെ സ്ത്രീകളുടെയും പുരുഷന്മാരുടെയും ആവശ്യം. അവരൊരിക്കലും അത് ചെയ്യില്ല. പിന്നീട് ഞാൻ പറഞ്ഞ പോലെ ഈ പ്രതികളാരും ഇത് ചെയ്തെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. കാരണം ഈ കേസിന്റെ അന്വേഷണ ഘട്ടത്തിലൊക്കെ ഞാൻ റിപ്പോർട്ടറായിട്ട് ഇരുന്ന സമയത്ത് ഈ കേസിന്റെയൊക്കെ അന്വേഷണ ഘട്ടം ഉണ്ടായിരുന്നു. അന്നേരമൊക്കെ നമ്മൾ നിരന്തര അന്വേഷണ ഉദ്യോഗസ്ഥരോട് ചോദിക്കുമ്പോഴും അവരൊക്കെ ഓഫ് റെക്കോർഡായിട്ട് ഇത് കള്ളൻ കപ്പൽ തന്നെയാണ് എന്ന് പറഞ്ഞ ഉദ്യോഗസ്ഥർ വരെയുണ്ട്. കള്ളൻ കപ്പൽ തന്നെയാണെന്ന് പറഞ്ഞു ഓഫ് റെക്കോർഡായിട്ട് പറഞ്ഞ ഉദ്യോഗസ്ഥർ വരെ ഇവിടെ ഉണ്ട്. അതുകൊണ്ട് നമ്മൾ റിപ്പോർട്ടറായി ഇരുന്നത് കൊണ്ട് ഇത് വിശ്വസിക്കാൻ പറ്റുന്ന ഒരു കാര്യവും അല്ല. ഏതായാലും കുളിക്കടവിലേക്ക് നമ്മൾ വീണ്ടും എത്തി നോക്കും ഈ കേസിന്റെ വിചാരണ തീർന്ന ശേഷം.